നമസ്കാരം. യോഗയുടെ ഗുണങ്ങളെ പറ്റി ഇന്ത്യ ലോകത്തോട് വിശദീകരിച്ച സമയത്തൊക്കെ നമ്മളെ എതിർക്കാനും നിരവധി ആളുകൾ രംഗത്തുണ്ടായിരുന്നു. യോഗ അശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്ന് പറഞ്ഞ പല പാശ്ചാത്യ രാജ്യങ്ങളും പിന്നീട് യോഗ അവരുടെ സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കരിക്കുലത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ത്യ ലോകത്തോട് യോഗയുടെ ഗുണഗണങ്ങളെ പറ്റി പറഞ്ഞ സമയത്തൊക്കെയും പുറം തിരിഞ്ഞു നിന്ന പാകിസ്ഥാൻ ഒടുവിൽ യോഗയുടെ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. മെട്രോപൊളിറ്റൻ കോർപ്പറേഷൻ ഓഫ് ഇസ്ലാമാബാദ് F9 പാർക്കിൽ സൗജന്യ യോഗ ക്ലാസ് സംഘടിപ്പിച്ച വാർത്തയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചപ്പോഴും 178 രാജ്യങ്ങൾ ദിനാചരണത്തിൽ ഇന്ത്യക്കൊപ്പം കൈകോർത്തപ്പോഴും ഒന്നും തന്നെ പാകിസ്ഥാൻ അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യോഗ പരീക്ഷിക്കാൻ തന്നെയാണ് പാകിസ്ഥാനും തയ്യാറായിരിക്കുന്നത്. ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഫേസ്ബുക്ക് പേജിൽ ഈ സൗജന്യ യോഗ ക്ലാസ് സംബന്ധിച്ചുള്ള വിവരം ആദ്യം പങ്കുവച്ചത്. 2 ഷിഫ്റ്റുകളിലായാണ് ക്ലാസുകൾ നടക്കുന്നത്. രാവിലെ 6 മുതൽ 8 വരെയും വൈകുന്നേരം 4:30 മുതൽ 6:30 വരെയുമാണ് ക്ലാസുകൾ നടക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് മത നിയമങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്ത് അവിടെ പ്രായലിംഗ ഭേദമന്യെയാണ് ഈ യോഗ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ മുന്നോട്ടെത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. തങ്ങളുടെ തൊട്ടടുത്തുള്ള ശത്രുരാജ്യം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പാകിസ്ഥാൻ പോലും ഇന്ത്യ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചന കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.